ഹലോ! ഇത് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ. നമ്മൾ ബോർഡർ ലൈൻ എംബ്രോയിഡറി ചെയ്ത പീസ് വെച്ചിട്ട് ബുക്ക് മാർക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ 2 പീസ് ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലൂപ്പോ ടാസലോ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ ലൂപ്പ് കൊടുക്കാനായിട്ട് സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്തിരി വീതി കൂടിയതാണ്. ഒരു 1/4 ഇഞ്ചിൻ്റെ റിബൺ ആണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു പോകുന്നതായിരുന്നു. നിങ്ങൾക്കത് വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം അത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്, പൊസിഷനിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു സൈഡിൽ വെച്ച് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ 2 പീസും കൂടി ഒന്നിച്ച് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ് ടോട്ടൽ. അതായത് 2.5 മടക്കുമ്പോൾ 2.5 ഇഞ്ച്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് തയ്ച്ചും പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാവും ആ ലൂപ്പിൻ്റെ ലെങ്ത് കിട്ടുക. അപ്പോൾ ഞാനൊരു സിംഗിൾ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ലൂപ്പ് ഉള്ളിലേക്ക് പോകുന്ന പോലെ വെച്ചിട്ട് മറ്റേ തുണി അതിൻ്റെ മീതെ വെച്ചിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വരുമ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ വരും. കുറച്ചും കൂടി കനം കുറഞ്ഞ റിബൺ ആണെങ്കിൽ ഇത്തിരി കൂടി ക്യൂട്ടായിട്ട് വരുമായിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുക്കുന്നത് ഒരു സ്കെയിലിൻ്റെ വീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസൈൻ അതിൻ്റെ ഉള്ളിൽ വരണം നല്ല രീതിക്ക് 2 പാരലൽ ലൈൻ സൈഡിലായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് നമുക്ക് ട്രിം ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വരച്ച് കൊടുത്തിട്ടുള്ള ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്തും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ സൈഡ് എക്സസ് ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇവിടെ ഞാൻ ഡബിൾ സ്റ്റിച്ചൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ബാക്കിലെ കോർണർ വരുന്ന ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് കനം കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ എൻഡ് വെച്ചിട്ട് ഇതൊന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇത് മറിച്ചെടുക്കുക. സൂക്ഷിച്ച് ഇതാക്കുക. ഇതിപ്പോൾ വീഡിയോ സ്പീഡാക്കിയിട്ടുള്ളതാണ്, ഞാനത് പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ അകം പുറം തിരിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ട് കുത്തി നിവർത്തി കൊടുക്കുക കേട്ടോ. അതിൻ്റെ കോർണറൊക്കെ പരമാവധി നിവർന്ന് കിട്ടാൻ പാകത്തിന് കൊടുക്കുക. ഇനിയിപ്പോൾ വളരെ ഷാർപ്പ് എഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ കോർണർ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഒരു നൂല് വെച്ചിട്ട് തുന്നുന്നൊരു ടെക്നിക്കുണ്ട്. അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഷാർപ്പായിട്ടുള്ളത് കിട്ടും. അല്ലെങ്കിൽ സൂചിയോ എന്തെങ്കിലും ക്രോഷ്യോ നീഡിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുത്തി തിരിച്ച് നന്നായിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ബാലൻസ് എഡ്ജ് ട്രിം ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് അത് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ താഴത്തെ ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 എഡ്ജ് കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വുഡൻ ബീഡ് ഇതിൽ കോർത്ത് കൊടുക്കുകയാണ്. കോർത്തിട്ട് ഒന്ന് കെട്ടിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് വേണ്ടിയിരുന്നു ആ ലൂപ്പിന്. ഈ ബീഡൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കെട്ടി സെറ്റാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് എന്ത് പറ്റി വെച്ചാൽ ആ ലൂപ്പ് എൻ്റെ കയ്യിൽ പോകുന്നു കേട്ടോ. സാറ്റിൻ റിബൺ അല്ലേ, സാരമില്ല, നമുക്ക് വേറെ വഴിയുണ്ട്. നമുക്ക് മുന്നേ ചെയ്ത് വെച്ച ടാസൽസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ. അപ്പോൾ ഈ ടാസൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് പോയി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടാസൽ എടുത്തിട്ട് ആ ടാസലിൽ ഞാൻ ഈ ഒരു ബീഡ് കുരുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ആ ബീഡിൻ്റെ ഉള്ളിലേക്ക് കൂടെ തന്നെ നീഡിൽ തിരിച്ചെടുത്തിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ബീഡിൻ്റെ ഹോള് കുറച്ച് വലുപ്പമുള്ളതാണല്ലോ. ഇനി നമുക്ക് ഈ ടാസൽ ഈ ബുക്ക് മാർക്കിൻ്റെ ഒരു എൻഡിൽ നമുക്ക് തുന്നി പിടിപ്പിക്കേണ്ട, ഇതുപോലെ ലൂപ്പാക്കി സെക്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൂചി കുറച്ച് ടൈറ്റാണ് വരാനായിട്ട്. ഒന്നാമത് കട്ടിയുള്ള തുണി 2 ലെയർ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെ വലിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂചിയുടെ ഉള്ളിൽ നിന്ന് ടാസൽ എടുക്കുകയാണ്. ടാസൽ എടുത്തതിന് ശേഷം ഇനി ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അകത്ത് കൂടെ ആ ടാസൽ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കെട്ട് ഭംഗിയായിട്ട് ഇടാനായിട്ട്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബുക്ക് മാർക്ക് എൻ്റെ ജേണലിൽ വെച്ചിട്ട് ഒരു ചെറിയ ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ജേണലെന്ന് പറയുന്നത് എൻ്റെ ഒരു നോട്ട്ബുക്ക് ഞാനത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരണേ. ബുക്ക് മാർക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു തരത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ഈ ജേണലിൻ്റെ വീഡിയോ ആണ്.
അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.